നമസ്കാരം. ഇസ്രായേലിന് വീണ്ടും ഭീഷണിയുമായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള. ഇസ്രായേൽ ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിലെ വിവിധ ഭാഗങ്ങൾ ആക്രമിക്കുമെന്ന് നസറുള്ള മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങൾ നിലവിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇതേവരെ ആക്രമിക്കാത്ത മേഖലകളായിരിക്കും എന്നും നസറുള്ള ഭീഷണി മുഴക്കി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ അതിശക്തമായ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ നസറുള്ള ഈ ഭീഷണി മുഴക്കിയത് എന്നാണ് കരുതപ്പെടുന്നത്. ലെബനനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച നടന്ന ഈ ആക്രമണത്തിൽ മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യമാകട്ടെ ഇത് തീർത്തും നിഷേധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹസൻ നസറുള്ള പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലാകട്ടെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ്. ഹമാസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മുഹമ്മദ് ദൈഫ്, അതായത് ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ ഒരു ആക്രമണത്തിൻ്റെയൊക്കെ തന്നെ മുഖ്യ ചുമതല വഹിക്കുന്ന മുഹമ്മദ് ദൈഫ് ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ ഹമാസ് ആകട്ടെ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇയാൾ താമസിച്ചിരുന്ന വില്ലയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ ഹമാസിനൊരു രീതിയുള്ളത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടാൽ അത് ഉടനെ പുറത്ത് വിവരം അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇക്കാര്യം ഇപ്പോൾ പുറത്തു വരാത്തതെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇനി യാഹ്യ സിൻവർ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. ഇയാളെ കൂടി പിടികൂടുകയോ വധിക്കുകയോ ചെയ്താൽ ഗാസയിലെ തങ്ങളുടെ ദൗത്യം എളുപ്പമാകും എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. എന്നാൽ ഹിസ്ബുള്ളയ്ക്കും ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലെബനനിലും സിറിയയിലുമുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ആകെ ഭയന്നിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. കാരണം ഈ 2 രാജ്യങ്ങളിലേക്കും കടന്നു കയറി തങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ 2 രാജ്യങ്ങളിലേക്കും ഇസ്രായേലിൽ നിന്ന് റോക്കറ്റുകളും മിസൈലും ഡ്രോണുകളും ഒക്കെ അയക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ നേരിട്ട് തന്നെ ലെബനനിലേക്ക് ഇസ്രായേൽ സൈന്യം നേരിട്ടെത്തി യുദ്ധം ചെയ്യും എന്നും നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനം നടത്തിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ നേരിടുന്ന മറ്റൊരു പ്രധാന ഭീഷണി ഇറാനിൽ പുതിയ ഭരണകൂടം എത്തിയെന്നുള്ളതാണ്. ഇറാനിലെ പുതിയ പ്രസിഡൻറ്റും മറ്റ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളോട് വലിയ യോജിപ്പില്ലാത്തവരുമാണ് എന്ന് മാത്രമല്ല ഇവർ പലരും പടിഞ്ഞാറൻ രാജ്യങ്ങളോട് അനുഭാവം പുലർത്തുന്നവരുമാണ് എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തങ്ങൾക്കുള്ള സഹായം ഇല്ലാതാക്കപ്പെടാം എന്നും ഹിസ്ബുള്ള ഭയക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇസ്രായേലിന് നേരെ നസറുള്ള നടത്തിയിട്ടുള്ളത്. പരാജയപ്പെടാൻ പോകുന്ന ഒരു സംഘടന അതിന് മുന്നോടിയായി തങ്ങൾ എതിരാളികളെ തകർക്കും എന്ന് ഭീഷണി മുഴക്കുന്ന ഒരു രീതിയുണ്ട്. അതനുസരിച്ചായിരിക്കാം നസറുള്ള ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഇസ്രായേലാകട്ടെ ഒക്ടോബർ 8 മുതൽ നിരന്തരമായി ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളെ നേരിടുന്ന ഹിസ്ബുള്ളയെ വെറുതെ വിടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഇപ്പോൾ ലെബനനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നത്. കൂടാതെ സിറിയയിലും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നേരിട്ട് ഇസ്രായേൽ സൈന്യം എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് ഇറാൻ കൂടി ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയൊക്കെ തന്നെ സജീവമായി മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഹിസ്ബുള്ളയുടെ ഭീഷണി ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അവർ അതിശക്തമായ തിരിച്ചടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്.